ഈ ഫ്ളാറ്റിലേക്ക് ധാരാളം സിനിമാ പ്രവർത്തകർ എത്താറുണ്ട് എന്ന് അരുൺ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഒക്കെ ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം അവിടെ. അപ്പോൾ മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പരാതികളോ അങ്ങനെ എന്തെങ്കിലും നേരത്തെ ലഭിച്ചിട്ടുണ്ടോ? അത് നമ്മൾ തിരക്കിയിരുന്നു. പക്ഷേ ഇവരെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക്, അതായത് സമീപത്തുള്ള ഫ്ളാറ്റിലെ ആളുകൾക്ക് ഒരു ശല്യമില്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിവില്ല എന്നതാണ് എക്സൈസും നമ്മളെ അറിയിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അവർ ആ ഫ്ലാറ്റിന് ഉള്ളിലാണ് ലഹരി ഉപയോഗം നടത്തുന്നത്. അതിന് പുറത്തേക്ക് അതിനുള്ള പ്രശ്നങ്ങളൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അവർ ആ ഒരു സ്പേസിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. ആ ഒരു സ്പേസ്, അങ്ങനൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ അവർക്കൊരു അവകാശവുമില്ല. നിലവിലെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. നിയമവിരുദ്ധമായൊരു കാര്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന ഒരു പൗരബോധം ഉണ്ടാകേണ്ടതാണ് അവർക്ക്. ആ പൗരബോധം കൂടി അവർ കാട്ടേണ്ടതുണ്ട്. നേരത്തെ എടുത്തു പറഞ്ഞ പോലെ അവർക്ക് പലതരത്തിലുള്ള ധാർമ്മിക നിലപാടുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതൊരിക്കലും രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിന് എതിരാകരുതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സമൂഹത്തിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം അവർക്ക് എന്തും ചെയ്യാം, പക്ഷേ അവരിലൂടെ ഒരു സമൂഹം വഴിതെറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് തോന്നുന്നത്. എന്തായാലും എക്സൈസിന് ഒരു അഭിനന്ദനം ഉണ്ട്. കാരണം എക്സൈസ് സംഘം ഈ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടു. അവർ സമയോചിതമായി ഇടപെട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം അവർ ചെല്ലുമ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ 3 പേരും. അതുകൊണ്ട് തന്നെ തൊണ്ടിമുതലോടുകൂടി എക്സൈസ് ഇൻസ്പെക്ടർ KR പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞു. അരുൺ, അതേപോലെ ഇവരുടെ പക്കൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അളവ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇവർക്ക് ജാമ്യം കിട്ടുന്നതിൽ. കാരണം ഇത്ര വളരെ കുറഞ്ഞ ഒരു അളവാണ്. പക്ഷേ ഇത്തരത്തിൽ ഇവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഏതറ്റം വരെ പോകുമെന്നൊരു കാര്യം ഇവർക്ക് തന്നെ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംവിധായകരും അതേപോലെ നടന്മാരും ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നാലെ ഉള്ളത് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഇവർ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ല ധാരണയുള്ള ആളുകളാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ എത്ര അളവ് കൈവശം വെച്ചാൽ പിടിക്കപ്പെടും, എത്ര വരെ പോകും എന്നുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ബോധം ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഇവർ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും. എന്തായാലും സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോ കേസ് വന്നപ്പോൾ തന്നെ സംഘടനകൾ എല്ലാവരും തന്നെ കർശനമായ നിലപാടുകളിലേക്ക് കടന്നത് നമ്മൾ കണ്ടതാണ്. പല നടിമാരും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു ഇനി ഇത്തരക്കാരുമായി അഭിനയിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് വളരെ ലാഘവത്തോടുകൂടി നടക്കുന്നത് സംഘടനാപരമായും കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കാത്തതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ ഇത്തരത്തിൽ ഒരു കേസ് വരുന്നു, അടുത്ത കേസ് പിന്നാലെ വരുന്നു. അപ്പോൾ ഇതൊരു ലാഘവത്തോടെ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്ന് എന്ന തരത്തിൽ ആളുകൾ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർ തന്നെ കാണുന്നത് കൂടിപ്പോയാൽ ഇത്രേ സംഭവിക്കുകയുള്ളൂ എന്നൊരു കാര്യം നിൽക്കുന്നത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ എക്സൈസ് സംഘം ഇവരെ പിടികൂടിയ സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള കൂസലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്നത് അവർക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ എക്സൈസ് സംഘവും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് അത് സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ മാതൃഭൂമി ഒക്കെ വന്നതോടു കൂടിയാണ് അവർക്ക് അക്കാര്യത്തിലൊരു ജാള്യത ഉണ്ടായത്. കാരണം മറ്റുള്ളവർ അറിയുമല്ലോ എന്നൊരു ജാള്യത അവർക്കുണ്ടായി എന്നുള്ളത് എന്തായാലും നല്ല കാര്യമാണ്. അങ്ങനെയെങ്കിലും അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ തോന്നിയാൽ അത്രയും നല്ലത് ഇനിയുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ജാള്യത അവർക്കുണ്ടായി. ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ മാസ്ക് കൊണ്ട് മുഖം മറച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസിനെ അവർ കണ്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പിടിക്കപ്പെടുന്ന സമയത്ത് കഞ്ചാവല്ലേ, അത് എല്ലാവരും വലിക്കുന്നതാണ്, ഞങ്ങൾ വലിക്കുന്നു, അതിനെന്താ പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ ചെറിയ അളവിലായതുകൊണ്ട് ജാമ്യം കിട്ടുന്നുള്ളത് അവർക്കും അറിയാമായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. പക്ഷേ വാർത്തയായതാണ് അവർക്കൊരു പ്രശ്നമായിട്ട് കാണുന്നത്.